ഇപ്പോൾ ഈ അടുത്ത് നടന്നൊരു ഇൻസിഡൻ്റാണ് ദുബായിൽ ഒരു കുട്ടീനെ, അതായത് അതുല്യ എന്ന് പറയുന്നൊരു കുട്ടിയുടെ മരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ റീസെൻ്റ്ലി ഈ ഒരു മാസങ്ങൾക്കിടയിൽ തന്നെ ഒരു രണ്ടാമത്തെ ഇൻസിഡൻ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ ഒരുപാട് ഇൻസിഡൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടുകാർ ഇപ്പോൾ ഈ സിമ്പതി പറയുന്ന, അല്ലെങ്കിൽ ആ കുട്ടി എന്തിനാ അങ്ങനെ ചെയ്തു, ആ കുട്ടിക്ക് തിരിച്ചു വന്നൂടായിരുന്നോ, ആ കുട്ടിയുടെ വീട്ടിലേക്ക് വന്നൂടായിരുന്നോ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോൾ പറയും, മരിച്ചതിന് ശേഷം പറയും. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് മുമ്പ് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നാട്ടുകാർ, ഈ പറയുന്ന ബന്ധുക്കൾ ഒക്കെ തന്നെ തിരിച്ചും പറയും, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു, പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്ത് വന്നു, ഇതൊരു ട്രെൻഡാണ്, ഇപ്പോൾ പെൺകുട്ടികൾക്കൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവളെയും കുറ്റപ്പെടുത്തും. അപ്പോൾ ആളുകൾ രണ്ട് സൈഡിലും പറയും. പക്ഷേ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ആൾക്കാർ, അവനാണ് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഞങ്ങളുണ്ടാവും കൂടെ, നീ തിരിച്ചു വാ എന്നുള്ള ധൈര്യം എന്ന് സ്വന്തം മാതാപിതാക്കൾ ഈ അറക്കുന്ന മാടിനെ പോലെ കൈപിടിച്ച് കൊടുക്കാതെ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നിനക്ക് ഞങ്ങളുണ്ട് എന്ന് പറയാൻ മാതാപിതാക്കളെ എപ്പോൾ തയ്യാറാവുന്നോ അന്ന് മുതൽ നമ്മളുടെ നാട്ടിൽ ഇതുപോലുള്ള മരണങ്ങളും ഇതുപോലൊരു അതിലെയോ വിഭജിക്കുകയോ ഇങ്ങനത്തെ ഒരാളും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.